ദിയക്കുട്ടി ഹാപ്പി അല്ലേ? കൺഗ്രാറ്റ്സ്. അതെ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ചേച്ചി. നമ്മൾ പുതിയ സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാം പുതിയതായിരിക്കും. ഇന്ന് തൊട്ട് നമ്മുടെ ടോപ്പ് സിംഗറില് നമ്മൾ കാണാൻ പോകുന്നത് എല്ലാം പുതിയ പുതിയ കാഴ്ചകളാണ്, പുതുപുത്തൻ. അപ്പൊ അതിന് മുന്നേ ദിയക്കുട്ടി പാട്ട് പാടുന്നതിന് മുന്നേ നമുക്ക് ഒരാളെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാനുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ദിയക്കുട്ടിയെ പറ്റി പറയാനുണ്ട്, അല്ലേ എം ജെ അങ്കിൾ? ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം എം ജെ അങ്കിൾ ഓൺ സ്റ്റേജ്. വെരി പ്രൗഡ് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ കുട്ടി ഒരു എക്സ്ട്രോർഡിനറി ടാലന്റ് ആണ്. ഇപ്പോഴും ആ പാട്ട് എന്റെ മനസ്സിൽ നിൽക്കുന്നു. ഏത് പാട്ട്? ഓ ദിൽറുബ. യാ അല്ലേ? അപ്പൊ എത്ര പെർഫോമൻസസ് ആണ് നമ്മുടെ തീക്കുട്ടി നടത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമാണ് 35 പെർഫോമൻസ്. 35 songs. അതില് എത്ര മധുരമഴ എന്ന് ചോദിച്ചാൽ 1300s ആണ്. 13 സെഞ്ചുറി അടിച്ച ആളാണ് ഇവിടെ നിൽക്കുന്നത്. 3 പാട്ട് പാടി അതിൽ ഒന്ന് ഫോർ ഷുവർ മധുരമഴ പെയ്ച്ചിരിക്കും. ഷുവർ ഷോട്ട് ആണ്. ഓ, പിന്നെ സ്റ്റാർസിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഇതുപോലെ സ്റ്റാർസ് വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് കേട്ടോ. അതായത് ഒരു 2 സ്റ്റാർ, ഒരു 2 സ്റ്റാർ, ഒരു 3 സ്റ്റാർ, ഒരു 3 സ്റ്റാർ, 3 5 സ്റ്റാർ. ഓ ആഹാ, എക്സ്ട്രാർഡിനറി. അങ്ങനെയുള്ള ഒരു വലിയൊരു സംഭവമാണ് ഇവിടെ നമ്മുടെ മുന്നിൽ നിൽക്കണേ. നമസ്കാരം. തൊഴണോ? നമസ്കാരം. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. മാഡം, ഇന്ന് ജഡ്ജസ് ചോയ്സ് ആണ്. നമ്മൾ 4 പാവങ്ങൾ അവിടെ ഇരിപ്പുണ്ടേ. നമ്മൾ ശരിക്കും ജഡ്ജസ് അല്ല, നമ്മൾ ചങ്ക്സ് ആണ്. ചങ്ക്സ് സെലക്ഷൻ ആണ് കേട്ടോ. അപ്പൊ അത് ഏതാണെന്ന് നമുക്ക് നോക്കണ്ടേ? നോക്കാമോ? റെഡിയാണോ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ജഡ്ജസ് ചോയ്സ് ആണ്. അപ്പൊ ഇതിൽ ആരെ വേണം എന്ന് ദിയക്കുട്ടിക്ക് സെലക്ട് ചെയ്യാം. എന്തുകൊണ്ട് ആ ജഡ്ജിനെ സെലക്ട് ചെയ്യുന്നു കൂടെ പറയണം കേട്ടോ. ആരെ വേണം? ആര്യ ചേച്ചി. ആര്യ ചേച്ചി. ഓക്കെ. അല്ല, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. ഈ 4 പേരില്ലേ, അല്ല ഉണ്ടക്കണ്ണി തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ? വലിയ കണ്ണായതുകൊണ്ട്. വലിയ കണ്ണൊക്കെ ഉണ്ടെന്ന്. പാട്ട് മുഴുവൻ ആ കണ്ണിലാണോ? അതെ, കാരണം പറയണം എന്തുകൊണ്ട് ആര്യ ചേച്ചി സെലക്ട് ചെയ്തതെന്ന്. അല്ല, അങ്ങനെയൊന്നുമില്ല. അയ്യോ, അങ്ങനെ വേണം. അതാ നമ്മുടെ റൗണ്ട്. എനിക്കൊരു നല്ല സംശയമുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ആര്യ നമ്മുടെ ദിയക്കുട്ടിക്ക് ഒരു നല്ല പണി കൊടുക്കാനാണ് ഈ റൗണ്ട് എന്ന് എനിക്ക് സംശയമുണ്ട്. സംശയമുണ്ടോ? ഒരു സംശയമില്ല. അപ്പൊ വിസ്താര റെഡി ആയിക്കോ. നമുക്ക് ആര്യ ചേച്ചിയുടെ റൗണ്ട് എന്താന്ന് കാണാം. ഓക്കെ, ദിയക്കുട്ടി റെഡിയാണോ? റെഡി. ഓക്കെ, ഓപ്പൺ. ഹായ്, ആര്യ ഡാൻസ് ചെയ്യുന്നു. ശബ്ദം അനുകരിക്കുക. ഹായ്, നല്ല രസമുണ്ട്. അനുകരിക്കേ. അയ്യേ, അതാണ് ജഡ്ജസ് ചോയ്സ്. വേറെ വഴിയില്ല. സോറി. കുറച്ച് സമയം ശരിക്ക് ആത്മാർത്ഥമായിട്ടൊരു മ്യാവൂ. അപ്പൊ വരും. കമോൺ. ബെറ്റർ. ഇനി ബെസ്റ്റ് വരാനുണ്ട്. കമോൺ. അടുത്തത് കണ്ടം പൂച്ച. ഇപ്പൊ കേട്ടത് ചക്കിപ്പൂച്ച. ടഫ് പാട്ട് കൊടുത്തൊക്കെ ദിയ പേടിക്കില്ല. പക്ഷേ പൂച്ചയുടെ ശബ്ദം കേട്ടാൽ. അപ്പൊ നമുക്കിനി ശരിക്കുള്ള റൗണ്ട് കാണാം. ഓക്കെ, ആര്യ ചേച്ചി നേരത്തെ ഓൾറെഡി പണി തന്നു. അപ്പൊ ഇനി ആരെ ചൂസ് ചെയ്യണം? എം ജെ അങ്കിൾ. എം ജെ അങ്കിൾ. അപ്പൊ എന്റെ ചോയ്സ് എന്ന് പറയുന്നത് മാജിക്കൽ മെലഡീസ് ആണ്. അപ്പൊ അതിൽ ഏത് പാട്ടാണ്? യമുന വെറുതെ പാടുന്നു. വാട്ട് എ സെലക്ഷൻ അല്ലേ. I think you are going to strike gold with this. Yes. ഒരു സംശയമില്ല. എനിക്കും അങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ. ഒരു ഇൻറ്റ്യൂഷൻ. അതെ. അപ്പൊ ഗംഭീരാവട്ടെ. ഓക്കെ, ഞാൻ കൂടെ പോട്ടെ. അപ്പൊ ദിയക്കുട്ടി ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായി പാടണം. ദിയക്കുട്ടി പാടുന്ന സമയത്ത് ദിയക്കുട്ടി ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രേക്ഷകര് താഴെ ഒരു QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് ദിയക്കുട്ടിയുടെ പാട്ടിന് വോട്ട് ചെയ്യാട്ടോ.
ഞാൻ പറഞ്ഞല്ലോ 35 പാട്ട്, എത്ര മഴ? 13. ഇത് 14ാമത്തെയാണ് വരാൻ പോണേ. Yes. പിന്നെ എത്ര 2 സ്റ്റാർ? ഒരു 2 സ്റ്റാർ, ഒരു 3 സ്റ്റാർ, 3 5 സ്റ്റാർ 3 5 സ്റ്റാർ. ഇത് 4ാമത്തെ 5 സ്റ്റാർ ആണോ? എന്ന് നമുക്ക് നോക്കാം. ദിയ കുട്ടി going to be awarded 100 on 100 plus 5 stars today. ഒരു മധുര 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 മധുമഴ. താങ്ക് യു